ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ആപ്പിനെ പരിചയപ്പെടാം. ഏത് ഇമേജ് ഫോർമാറ്റിലുള്ള ഫയലായാലും അതിനെ JPG ഫയലിലോട്ട് മാറ്റുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ. സാധാരണ നമ്മൾ ഫോണുകൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ വേറൊരു ഫോർമാറ്റിലാണ് ഫോട്ടോകൾ വരുന്നത്. അത് നമുക്ക് പിക്സൽ ലാബിലോ മറ്റോ ഇട്ട് എഡിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അത് എഡിറ്റ് ചെയ്യാൻ കിട്ടത്തില്ല. കാരണം പിക്സൽ ലാബിൽ PNG ഫയലോ JPG ഫയലോ തന്നെ വേണം എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിങ്ങനെ ഏത് ഫോർമാറ്റിലുള്ള ഇമേജ് ഫയലായാലും അതിനെ JPG ഫോർമാറ്റിലേക്ക് മാറ്റാം എന്ന് നോക്കാം. അതിനൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെറും 2 MB മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഓൾ ടു JPG എന്നതാണ്. അപ്പോൾ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിലുള്ള. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കടന്നു വരുന്നത്. ഇവിടെ നിന്നും ഓൾ ടു JPG എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സിമ്പിൾ ഇൻ്റർഫേസ് ആണ് തുറന്നു വരുന്നത്. ഇവിടെ മുകളിൽ പിക്ക് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ക്ലിക്ക് ഹിയർ ടു കൺവേർട്ട് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഫോട്ടോ JPG ഫോർമാറ്റിലായിട്ട് പ്രത്യേക ഒരു ഫോൾഡറിൽ അത് സേവ് ആയി കഴിഞ്ഞു. അത് ഏത് ലൊക്കേഷനിലാണെന്ന് അറിയാം. താഴെ കൊടുത്തിട്ടുണ്ട് സേവ്ഡ് ലൊക്കേഷൻ, ഫോൺ സ്റ്റോറേജ്, പിക്ചേഴ്സ്, കൺവേർട്ടഡ് JPG ഇമേജസ് എന്ന ഫോൾഡറിലാണ് അത് സേവ് ആയിരിക്കുന്നത്. നമുക്ക് ആ ഫോൾഡറിൽ പോയി നോക്കാം അവിടെ വന്നിട്ടുണ്ടോയെന്ന്. ഇന്റർണൽ സ്റ്റോറേജ്, പിക്ചേഴ്സ്, കൺവേർട്ടഡ് JPG ഇമേജസ് അതേപോലെ വന്നിട്ടുണ്ട്. പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് ആ ഫോൾഡറിനുള്ളിലായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഇമേജുകൾ സേവ് ആവുന്നത്. ഓക്കെ, ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ സോർട്ടിങ് വ്യത്യാസമായതുകൊണ്ടാണ് ഇടയ്ക്ക് വന്നത്. ഇവിടെ JPG എന്നുള്ള ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലാരിറ്റി ഒന്നും വ്യത്യാസമൊന്നുമില്ല. കറക്റ്റ് അതേ ക്ലാരിറ്റി തന്നെ, നമുക്ക് നല്ല ക്ലാരിറ്റി തന്നെ, ആ എടുത്ത ക്ലാരിറ്റി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ആപ്പ്. ഓക്കെ, കഴിയുന്നവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക്സ്.